നമസ്കാരം പ്രശാന്ത് സർ. നമസ്കാരം. മ്യാൻമറിലെ അരക്കൻ ആർമി എന്ന വിമത സൈന്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറച്ച് നീക്കങ്ങൾ ഒക്കെ നടക്കുന്നുണ്ടല്ലോ. പല അഭ്യൂഹങ്ങളുമുണ്ട് ഇതിന്റെ പേരിൽ. അവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോന്നും സംഭവിക്കുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളിൽ ചിലതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചൈനയ്ക്കെതിരെ ഈ പറയുന്ന അരക്കൻ ആർമി, നമുക്ക് ഈ റൈഹിയൻ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അത് അവരുടെ കയ്യിലായി. അവരത് അതും പിടിച്ചു വെച്ചിട്ട് അവിടിപ്പം ഈ മ്യാൻമർ പട്ടാളത്തിനൊന്നും കയറാൻ പോലും പറ്റത്തില്ല, അവരുടെ അധീനതയിലായി. എന്നിട്ട് ഇപ്പം ബംഗ്ലാദേശിന്റെ കുറച്ച് കൂടുതൽ ഏരിയയും വെച്ചിട്ട് അവർ ഇന്ത്യ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജ്യം ഉണ്ടാക്കണം, ഞങ്ങളെ സഹായിക്കണം, അതിന് എന്താ അല്ലെങ്കിൽ ദേശീയ ലെവലിൽ അത്തരത്തിൽ ഇന്ത്യ അഭിപ്രായം പറയണം. അപ്പൊ ഇന്ത്യ അഭിപ്രായം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, അതൊരു അഭിപ്രായമായി മാറും. അപ്പൊ അവരൊരു രാജ്യം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം മതി. അരക്കനാർമി ഏത് വലിയൊരു ഫോഴ്സ് ആയിട്ട് മാറിയിരിക്കുക. ആദ്യമൊക്കെ ഇത് അറിയാമല്ലോ, അവിടുത്തെ ഒരു ബുദ്ധന്മാരും അല്ലെങ്കിൽ മറ്റ് സമുദായം തമ്മിൽ, മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷമാണ് അതിന്റെ ഒരു തുടക്കം, അരക്കൻ ആർമിയുടെ. അപ്പൊ അവരുടെ വിമോചനം എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ എന്തായാലും 87,000 പേരോളം സൈനികരുണ്ടെന്നാണ്. മ്യാൻമറിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. മ്യാൻമറിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നമ്മള് ചില വാർത്തകൾ കേൾക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ പട്ടാളത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പട്ടാളത്തിന് ഇപ്പൊ വളരെ വെൽ ട്രെയിൻഡ് പട്ടാളമാണ്. ആരാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവര് നല്ല പട്ടാളം, ഇന്ത്യൻ പട്ടാളമൊക്കെ കാണിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ രാജ്യങ്ങളൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ട്രെയിനിങ് ഒന്ന് സംശയമാണ്. കാരണം ഇന്ത്യൻ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അത്ര കരുത്തോട് കൂടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യ ഒന്നും പറയുന്നില്ല. ഏതായാലും അറിയാമല്ലോ, ഈ ബംഗ്ലാദേശിൽ ഇവർ കയറി പിടിച്ചു, ആ സെന്റ് മാർട്ടിൻസ് ദ്വീപ് പിടിച്ചിട്ട് അവിടെ ഒരു 10,000-2,000 പട്ടാളം ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുക ഈ അരക്കൻ ആർമിയാണ്. എന്നിട്ട് അയ്യോ, അതിനുവേണ്ടി അമേരിക്ക നോക്കിയിട്ടുണ്ട്, ചൈന നോക്കിയിട്ടുണ്ട്, എല്ലാവരും നോക്കിയിട്ടുണ്ട്. ഈ ബംഗ്ലാദേശ് അട്ടിമറി തന്നെ ഈ സെന്റ് മാർട്ടിൻസ് ദ്വീപിന്റെ ലക്ഷ്യം വെച്ചാണ് പറഞ്ഞത്. അവർ അരക്കൻ ആർമി പറഞ്ഞു ഇന്ത്യക്കാണെങ്കിൽ കൊടുത്തേക്കാം, വേറെ ആരും കൊടുത്തില്ല. അവിടെ ഒരു പോർട്ട് ഉണ്ട്. അപ്പൊ അരക്കൻ ആർമി അന്ന് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ആ പോർട്ടിനകത്ത് കൊണ്ടുവന്ന് നമ്മുടെ പടക്കപ്പൽ കൊണ്ടിട്ട്, കാരണം നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പോർട്ടാണ്. അപ്പം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അരക്കൻ ആർമിയെ ഓവർടേക്ക് ചെയ്ത് ഈ ദ്വീപിനകത്തോട്ട് ആരും അങ്ങനെ കയറണ്ട. ഇന്ത്യക്ക് അറിയാം, ഇന്ത്യക്ക് തരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പൊ സംശയമുണ്ടല്ലോ, ഈ ദ്വീപ് കൈ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ ശ്രീലങ്കയ്ക്കും അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ചൈനയ്ക്കും അവിടെ നിന്നിട്ട് ചൈനയെ ഉറ്റുനോക്കാൻ പറ്റും, അല്ലെ ആക്രമിക്കാൻ എളുപ്പമാണ്. ശ്രീലങ്കയൊക്കെ അവർക്ക് പിന്നെ കാര്യമൊന്നുമില്ല, എന്തോ ആക്രമിക്കാനോ ശ്രീലങ്ക. ഇന്ത്യയാണല്ലോ ആക്രമിക്കാൻ ഏതെങ്കിലും രാജ്യത്തിന് കാര്യമുള്ളത്. ആക്രമിച്ചാൽ എന്തെങ്കിലുമൊക്കെ മാങ്ങയുള്ള മാവേലല്ലേ ആൾക്കാർ അറിയത്തില്ല, ചുമ്മാ ഒന്നുമില്ലാത്ത മാവേലൊന്നും ആരും എറിയത്തില്ലല്ലോ. ഇപ്പൊ ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അരക്കൻ ആർമി ചൈനയെ ആക്രമിച്ചെന്ന് വേണേ പറയാം. കാരണം ഇവിടെ ഈ റൈഹൻ സ്റ്റേറ്റിന്റെ 2 പോർട്ടുണ്ട്. അപ്പൊ അവിടെ അവർ പിടിച്ചെടുത്തപ്പോഴേ പറഞ്ഞു, ഇന്ത്യയുടെ പോർട്ടിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, ഞങ്ങളത് കൈകാര്യം ചെയ്തു തരാം. അപ്പൊ ഇറാൻ ഇതിന്റെ ബോർഡർ ഉണ്ടല്ലോ, അപ്പൊ അവിടുത്തെ പോർട്ടും കുഴപ്പമില്ല, അതും ഇന്ത്യ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ കൂടെ നിന്ന് കൈകാര്യം ചെയ്തു തരാം. അപ്പൊ ഇന്ത്യക്കെങ്കിലും പേടിക്കണ്ട. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം ചൈന അല്ലെങ്കിൽ അറിയാമല്ലേ, ചൈനയ്ക്ക് എപ്പോഴും നേരെയുള്ള ബുദ്ധിയല്ല, കുരുക്ക. അവന്മാർക്ക് ഈ ചതിയന്മാരുടെ ഒരു മുഖവും ചതിയന്മാരുടെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ഈ അവർക്ക് മ്യാൻമർ പട്ടാളത്തിന് ഫണ്ട് കൊടുത്തെന്നാ പറയുന്നത്. അപ്പം മ്യാൻമർ പട്ടാളത്തെ വെച്ചിട്ട് ഫണ്ട് കൊടുത്ത് വേണ്ട സംവിധാനം കൊടുത്തിട്ട് ഈ അരക്കൻ ആർമിയെ കയറി ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അരക്കൻ ആർമി എന്തായാലും അവിടെ ഒരു നേവൽ ബേസും ഒക്കെ ഉണ്ട്. ആ പോർട്ടും ഒക്കെ തകർത്ത് നാശമാക്കി അവരുടെ കയ്യിലാക്കിയിട്ടുണ്ട്. വളരെ കൂടുതൽ നഷ്ടം അവർക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ചൈനയ്ക്ക് അവിടെ വലിയ നാശവും നഷ്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ മ്യാൻമർ പട്ടാളമായിട്ടുള്ള ഒരു ഗുസ്തി, അത് ഔദ്യോഗികമായിട്ട് പറയുന്ന അവർ തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷെ അതിനകത്ത് ഈ പറ്റിയേക്കുന്ന കേട് ചൈനയ്ക്ക് ആ പോർട്ടിനകത്ത് വലിയ നഷ്ടമുണ്ട്. പിന്നെ അവിടെ ഒരു നേവൽ ബേസ് ഉണ്ട്. നേവൽ ബേസ് എന്ന് പറയുമ്പോൾ അത് മ്യാൻമറിന്റെ, അതൊക്കെ നേരത്തെ ഇവരുടെ കയ്യിലാണ്. കാരണം അവിടോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പം ഇതിനകത്തൊന്ന് നോക്കിയതാ ചൈന, ഈ പറയുന്നത് പോലെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കൊടുത്ത് ഫണ്ട് കൊടുത്തവന്മാരെ ഇറക്കി വിട്ട് നോക്കിയതാ. കാരണം അത് ഈ ചൈനയ്ക്ക് പറയാം, ഇപ്പൊ ഈ മ്യാൻമർ ബോർഡറുകളിൽ നേരത്തെ ഉള്ളതുപോലെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ചൈനയ്ക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട്. കാരണം ഇവര് പിടിച്ചടക്കിയല്ലോ ഈ ബോർഡർ മൊത്തം അവരുടെ. അപ്പൊ അന്നോട്ടെ ചൈനയ്ക്ക് ഒരു അസ്വസ്ഥയുണ്ട്. അപ്പൊ അതിനകത്ത് ചൈനയ്ക്കറിയാം ഈ ആരാ അതിന്റെ പുറകിൽ, അരക്കൻ ആർമി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, ഇന്ത്യ ആണെന്ന് അറിയാം. അപ്പൊ അതിന്റെ ഇടയ്ക്കൂടെ നോക്കിയതാ. പക്ഷെ ഈ നോട്ടം ഇപ്പം പണി കിട്ടി, ചൈനയ്ക്ക് പണി കിട്ടിയിരിക്കുക. ചൈനയ്ക്ക് ഇപ്പൊ എല്ലായിടവും പണി കിട്ടുക. ചൈനയ്ക്ക് ഈ പാകിസ്ഥാനെ കൊണ്ടുവന്ന് ഈ നമ്മുടെ ബലൂചിസ്ഥാൻ മേഖലയിൽ കണ്ടമാനം പൈസ മുടക്കി ഒരു വലിയ എയർപോർട്ടും ഒക്കെ പണിഞ്ഞിട്ട്, അതുപോലെ അവിടെ ഒരു ഈ നമ്മുടെ ഇതുണ്ട്, തുറമുഖമുണ്ട്. ഈ രണ്ടിടത്തും തൊടാൻ പറ്റുന്നത്, വിമാനം പോയിട്ട് അവന്മാർക്ക് പോലും അവിടെ നിൽക്കാൻ വയ്യ, പറപ്പിച്ചോണ്ടിരിക്കുക ഈ ബലൂചിസ്ഥാൻ ഈ ആർമി. അതുപോലെ ഇപ്പം ഇവിടെ ഇത് തന്നെ എല്ലായിടവും കൊണ്ടുവന്ന് പൈസ മുടക്കുക, ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്
കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തുവായാലും ലോകം മൊത്തം പറയുന്നത് ഈ അരക്കൻ ആർമിയെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഇന്ത്യയാണ്, അല്ലെങ്കിൽ ഡോവലാണ്, നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ്, ഈ ട്രെയിനിങ് കൊടുക്കുന്നത് രഹസ്യമായിട്ട് നമ്മളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ അരക്കൻ ആർമി ആദ്യം അരക്കൻ ആർമിയുടെ അച്ഛൻ അമേരിക്ക ആയിരുന്നു എല്ലാരും പറഞ്ഞത്. ഏതായാലും ഇപ്പം അമേരിക്ക പറയുന്നവർ കേൾക്കുന്നത് അമേരിക്ക ഫേവറായിട്ട് അവർ നിൽക്കുന്നില്ല. അപ്പം ഇപ്പം ഈ പറയുന്ന ഈ രണ്ട് പോർട്ട്, ഒന്ന് ക്യാബ്യൂ പോർട്ട്, അവിടെ ഈ എക്കണോമിക്കൽ ഒരു പാർക്കായിട്ട് ചൈന കൊണ്ടുവരുന്നത്, അവിടെ ഈ പറഞ്ഞ അക്രമം നടന്നത്. നമ്മുടെ പോർട്ട് എന്ന് പറഞ്ഞാല് ഈ സിഡ്വേ പോർട്ട് എന്ന് പറഞ്ഞാൽ, സിഡ്വേ പോർട്ടിന് അവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അരക്കൻ ആർമി ചൈനയെ ആക്രമിച്ചു, മ്യാൻമർ പട്ടാളത്തിനെ സഹായിക്കുന്നതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ മ്യാൻമർ പട്ടാളത്തിന്റെ പട്ടാളമായിട്ടുള്ള ഏറ്റുമുട്ടൽ, അല്ലെങ്കിൽ ഈ പറയുന്ന അരക്കൻ ആർമി പിടിച്ചടക്കി വെച്ചിരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ പോർട്ട് നിൽക്കുന്ന സ്ഥലത്ത്, അരക്കൻ ആർമി പിടിച്ചടക്കി വെച്ചിരുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഈ രണ്ട് പോർട്ടുകളിൽ, രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പോർട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ പോർട്ടുകൾ നിൽക്കുന്ന സ്ഥലമാണ്. അതിനകത്ത് ഒന്ന് ചൈനയുടെ പോർട്ട്, നമ്മുടെ സിഡ്വേ പോർട്ട് നമ്മുടെയാണ്. അപ്പൊ അവിടെ ചൈനയുടെ പോർട്ടിനകത്തും സിഡ്വേ പോർട്ടിനകത്തും ശരിക്കും പറഞ്ഞാൽ ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് ഈ മ്യാൻമർ ഈ പട്ടാള ഭരണം ഇപ്പൊ നടക്കുന്നത് അറിയാതെ. മ്യാൻമർ പട്ടാള ഭരണം ആയതുകൊണ്ട് തന്നെ പട്ടാള ഭരണം നമ്മൾ അനുകൂലിക്കുന്നില്ല. നമ്മൾ ബാക്ക് ഡോർ ചർച്ച വല്ലതും നടത്തുന്നുണ്ടെങ്കിലേ ഉള്ളൂ പട്ടാള ഭരണം. അപ്പൊ ചൈനയ്ക്ക് ഇതൊന്നും പ്രശ്നമല്ല, ചൈനയ്ക്കൊന്നും നേരെയുള്ള പണിയല്ല. ചൈന അവരുമായിട്ടും ഇത് നടത്തി അവർക്കിടക്ക് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിന് പറ്റിയ ക്ഷീണവും അതിനകത്തെ വിഷയങ്ങളും ഒക്കെ മുതലെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ബോർഡർ ലാംഗ്വേജ് എക്കണോമിക് കോറിഡോറും ഒക്കെ ഉണ്ടാക്കുന്നതിനും, അല്ലെങ്കിൽ പല രീതിയിലൊക്കെ ഉള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഈ എക്കണോമിക് കോറിഡോർ ഈ മ്യാൻമർ ബോർഡറിലും ചൈന ഫ്ലോപ്പ് ആവുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ കൂടെ അവർ ഉദ്ദേശിച്ചിരുന്ന പാതകളും ഫ്ലോപ്പ് ആവുന്നു. ഈ ബലൂചിസ്ഥാൻ ിലെ വിഷയം കൊണ്ട് ആ പറയുന്ന POK എന്ന് പറയുന്നിടത്ത് പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ മറ്റേ നമ്മുടെ അഫ്ഗാനിസ്ഥാനുമായിട്ട് പ്രശ്നമാണല്ലോ. അപ്പൊ അവിടെ ആ രീതിയിൽ അപ്പൊ ഒന്നും സാധ്യമല്ല. അപ്പൊ അവിടെ എല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇപ്പം ഇന്നലെ പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് 8 ലക്ഷം പേരെ, എന്നോട് കൂട്ടിച്ചേർത്ത് 8 ലക്ഷം പേരെ അഫ്ഗാനികൾ അവിടെ ഉണ്ട്, അവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞ അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ 8 ലക്ഷം പേര് അഭയാർത്ഥികൾ, നമ്മൾ ഈ അഭയാർത്ഥികളെ പുറത്തിറങ്ങുന്നത് പോലെ അവിടെ ഉണ്ട്. അപ്പൊ ഈ 8 ലക്ഷം പേര് അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറയാം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരെ. അപ്പൊ ആ അഫ്ഗാനിസ്ഥാനിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ഈ ചൈനയുടെ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അക്രമം വരുന്നതല്ല ഇപ്പൊ പ്രശ്നം, ഇതിനകത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പുറത്താക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ആ രാജ്യത്ത് ആരൊക്കെ ഉണ്ട്, എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു എന്നും ഈ ചൈനയ്ക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ എല്ലാരും പുറത്താക്കുമെന്ന് പറയുമ്പോൾ ഇവരും അങ്ങ് പുറത്താക്കുമെന്ന് പറയും. യുവമാരെ പുറത്താക്കുമെന്നൊക്കെ ഉള്ളതാ ഇപ്പൊ സംശയം. ആണ് അവിടെ ഈ നൊയമ്പായിട്ടുള്ള സമയത്ത് പോലും ആൾക്കാർ പട്ടിണി കിടക്കുക. എന്തോ പട്ടാളത്തിന് പൈസ ഇല്ല. ഈ പറയുന്ന അരക്കൻ ആർമി ഒരു സൈഡിൽ കൂടെ ഓടിക്കുന്നു. അഫ്ഗാനിസ്ഥാനിനകത്ത് അവരുടെ പട്ടാളം പരിവം കിട്ടുമ്പോൾ അവർക്ക് ഗറില്ല യുദ്ധം പറയാം, അവരൊരു സൈഡിൽ കൂടെ ഓടിക്കുന്നു. അപ്പൊ എല്ലാ രീതിയിലും പ്രശ്നങ്ങളാണ്. അപ്പം ഈ അവരുടെ ബോർഡർ ആണല്ലേ മ്യാൻമർ, അല്ലെങ്കിൽ ഇറാന്, ഇതെല്ലാം ബോർഡറായിട്ട് വരും. ഈ ബോർഡറിലെല്ലാം പ്രശ്നമാണ്, ബോർഡറും വിഷയം. ഇപ്പം ചൈന, ബംഗ്ലാദേശ് ഒക്കെ പ്രശ്നമാണ്. ബംഗ്ലാദേശിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അരക്കൻ ആർമി മാറി. അത് ഒരുപക്ഷെ നമുക്കൊരു ചെറിയ സുഖം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതോടുകൂടി ബംഗ്ലാദേശ് ശാലം പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ചൈന അതിബുദ്ധി കാണിച്ചതാ. പിന്നെ ഇന്ത്യ അതിനകത്ത് അരക്കൻ ആർമിക്ക് സപ്പോർട്ട് ചെയ്ത് കാണുക. ചൈനയുടെ അതിബുദ്ധി എന്ന് പറഞ്ഞാൽ അരക്കൻ ആർമി ഇന്ത്യയുടെ ഭാഗമാകുന്നല്ലോ. അപ്പൊ അവർ നിൽക്കുന്നിടത്തല്ല ഇന്ത്യക്ക് പേടിക്കേണ്ടതില്ല. പക്ഷെ അവർ നിൽക്കുന്നിടത്ത് അവർ പൂർണ്ണ സപ്പോർട്ടൊന്നും ചൈനയ്ക്ക് കൊടുത്തിട്ടില്ല. അപ്പം ചൈന ഒരു ഒന്ന് അടിച്ചു നോക്കാം എന്നുള്ള രീതി ഒന്ന് നോക്കിയതാണ്. അപ്പം അത് ഇപ്പൊ സംഭവിച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചൈനയെ ആക്രമിച്ചിട്ടുണ്ട്. അവിടെ അവരുടെ പോർട്ടൊക്കെ നശിച്ചിട്ടുണ്ട്. അവിടുത്തെ നേവൽ ബേസ്, അത് മ്യാൻമറിന്റെ അതും നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.